വരുന്ന നിയമസഭാ ഇലക്ഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യത വളരെ വിരളമാണ്. ഏതാണ്ട് അസ്തമിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇനിയൊരു അത്ഭുതമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരം അത്രയ്ക്കും ശക്തമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. പല മന്ത്രിമാർക്കെതിരെയും വലിയ തോതിലുള്ള വികാരമുണ്ട്. അപ്പം ജനങ്ങളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, അവർക്കൊരു മാറ്റം വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് എത്രത്തോളം UDF അനുകൂലമാകും എന്നതാണ് ഒരു ചോദ്യം. മലബാറിൽ എന്തായാലും UDFൻ്റെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് കാണാൻ പോകുന്നത്. ഇടത് കോട്ടകൾ പോലും, കണ്ണൂരിലെ ഇടത് കോട്ടകൾ പോലും വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ തലശ്ശേരിയും കാസർകോട്ടെ തൃക്കരിപ്പൂരൊക്കെ സേഫ് അല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വലിയൊരു മുന്നേറ്റം മുസ്ലിം ലീഗും കോൺഗ്രസും മലബാറിലുണ്ടാക്കും. മലപ്പുറമൊക്കെ തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഒരു മുസ്ലിം കോൺസെൻട്രേഷൻ ഏതാണ്ട് പൂർണ്ണമായും UDF അനുകൂലമായിട്ട് വരും. അതിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മലബാറിൽ ഒരു ക്ലീൻ സ്വീപ്പിലേക്കാണ് UDF പോകുന്നത്. അവിടെ പല സീറ്റുകളിലും അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. LDFനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും മലബാറിൽ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ BJPക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച പോലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് സാധിക്കില്ല. ഇപ്പോൾ LDF പ്രതീക്ഷിച്ചിരുന്നത് മലബാറിലെ ആ ഒരു വലിയ തകർച്ചയെ ഒരു പരിധിവരെ ഈ തെക്കൻ ജില്ലകളിലെ പ്രകടനം വഴി നികത്താമെന്നായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സാധ്യതയും ഇപ്പോൾ വിരളമാണെന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം BJP ഒരു 30-35 മണ്ഡലങ്ങളിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് നിർണായക വോട്ടുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. ഇത്തവണത്തെ BJPയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരമാവധി MLAമാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കൂടുതൽ പ്രതിനിധികൾ അല്ലെങ്കിൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് BJPയുടെ സ്ട്രാറ്റജി. അല്ലാതെ വോട്ട് പിടിക്കുക, വോട്ട് പെർസെൻറ്റേജ് നേടുക, ശക്തി തെളിയിക്കുക എന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെക്കൻ ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരം, അതുകൂടാതെ ആലപ്പുഴ, പിന്നെ പത്തനംതിട്ട, കൊല്ലത്തെ ചില മണ്ഡലങ്ങളിലാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ CPM പ്രതീക്ഷിക്കുന്ന പോലെ വടക്ക് തിരിച്ചടി നേരിടുമെങ്കിലും തെക്കിൽ കുറച്ച് ഹിന്ദു കാർഡൊക്കെ കളിച്ച് വോട്ട് നേടാന്നുള്ള അവരുടെ ആ ഒരു പ്രതീക്ഷ അതെന്തായാലും വേണ്ടത്ര രീതിയിൽ വർക്കൗട്ട് ആവില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് ഹിന്ദു കാർഡ് CPM കളിക്കുമ്പോൾ എത്രത്തോളം ക്രെഡിബിലിറ്റി അവർക്കുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. വോട്ടർമാർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. കാരണം ഹിന്ദു വിരുദ്ധ സമീപനം തുടർച്ചയായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ മുൻനിർത്തി മാത്രം ഹിന്ദു കാർഡ് കളിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തി വീണ്ടും ആ ഒരു നിലപാടിൽ നിന്ന് ഒരു വ്യതിയാനം CPMൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. CPM ശരിക്കും ഒരു കൺഫ്യൂഷനിലാണ്. CPM ആണെങ്കിലും LDF ആണെങ്കിലും ഏത് സ്റ്റാൻഡ് സ്വീകരിക്കും എന്നുള്ളത്. കാരണം ഹിന്ദു ഒരു പ്രീണനം അല്ലെങ്കിൽ ഒരു ഹിന്ദു കാർഡ് നിലപാടുമായിട്ട് ഇടയ്ക്ക് മുന്നോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയൊക്കെ വലിയ തോതിൽ വിമർശിച്ച് ആ രീതിയിലുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. അതിന് കുറച്ചൊക്കെ ഒരു ടേക്കേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഹിന്ദു സ്വത്വം മുന്നോട്ട് വെച്ച് പോകുന്ന ആളുകൾക്കൊക്കെ അതൊരു ചിന്തയായിട്ട് വന്നിരുന്നു. കാരണം UDFൻ്റെ ഭരണം വരികയാണെങ്കിൽ അതൊരു മുസ്ലിമിൻ്റെ ഭരണമായിരിക്കും, അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗിൻ്റെയും മതമൗലികവാദികളുടെയും ഭരണമായിരിക്കും, ഒരു മതഭരണമായിരിക്കും എന്നുള്ള ഒരു സംഭവം പറയാതെ പറയാനല്ല, ഓപ്പണായിട്ട് തന്നെ പല CPM നേതാക്കളും അത് സ്ഥാപിച്ചെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് SFIക്കാർ നടത്തിയ ബീഫ് ഫെസ്റ്റ്, കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ നടത്തിയ ബീഫ് ഫെസ്റ്റ്, അതൊക്കെ ഒരു വല്ലാത്ത പ്രകോപനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നിലപാടിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് CPMനെയും LDFനെയും എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 30-35 മണ്ഡലങ്ങളിലാണ് BJP ഇത്തവണ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം BJP മത്സരിക്കാത്ത മണ്ഡലങ്ങളുണ്ടാവും, BDJSനും മറ്റ് സഖ്യകക്ഷികൾക്കും കൊടുക്കുന്ന മണ്ഡലങ്ങളുണ്ടാവും. അതുകൂടാതെ BJPക്ക് അത്ര വോട്ടില്ലാത്ത മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് വോട്ടുകൾ LDFിലേക്ക് ഒഴുകാനുള്ള ഒരു സാഹചര്യം ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സതീശൻ്റെ ഈ സമുദായ സംഘടനകൾക്കെതിരെ, ഹിന്ദു സമുദായ സംഘടനകൾക്കെതിരെയുള്ള പ്രസ്താവനകൾ, മതേതരത്വത്തിലെ ഇരട്ടത്താപ്പ്, ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം വലിയൊരു വിഭാഗം വരുന്ന വോട്ടർമാരെ ആ രീതിയിൽ ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിരുന്നു. കാരണം അവർ നോക്കുമ്പോൾ ശരിയാണ്, തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലയിൽ LDFന് വോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളായുള്ള ഒരു വിഭാഗക്കാർ BJPക്ക് വലിയ സാധ്യതയില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ നിഷ്പക്ഷരായുള്ള ഹിന്ദു വോട്ടർമാർ LDFന് വോട്ട് ചെയ്യും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഏതാണ്ട് പൂർണ്ണമായി മാറിയ സാഹചര്യമാണ്. അതുമാത്രമല്ല, ഇവർക്ക് എന്ത് അവകാശമാണെന്നുള്ളൊരു ചോദ്യം വളരെ സജീവമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടനയെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ച് അവർക്കൊരു ക്യാൻവാസ് കൊടുത്ത് അവരൊരു മെയിൻ സ്ട്രീം വൽക്കരിച്ചതിൽ വലിയൊരു റോള് CPMനുണ്ട്. അപ്പോൾ CPMുമായിട്ടുള്ള ചങ്ങാത്തത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി ഇത്തരം മതമൗലികവാദ സംഘടനകളൊക്കെ ഈ രീതിയിൽ വളർന്നത്. SDPI ഉൾപ്പെടെ പലപ്പോഴും പല
നീക്കങ്ങളും സഖാപ്പി എന്നുള്ള പ്രയോഗം തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു മുന്നണിക്ക് എന്ത് അവകാശമാണെന്നുള്ളത് ഇപ്പോൾ UDF വിമർശിക്കുക എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ എന്തായാലും BJPയെ സംബന്ധിച്ച് ഇത്തവണ BJPക്ക് ഈ ആൻറ്റി ഇൻകംബൻസി വോട്ടിൽ ഒരു പോർഷൻ ലഭിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് BJPക്ക് നല്ല സംഘടനാ സംവിധാനമുള്ള തിരുവനന്തപുരം ജില്ല, തൃശ്ശൂർ, അതുകൂടാതെ പാലക്കാട്, പിന്നെ തെക്കൻ ജില്ലകളിൽ പൊതുവെ ആലപ്പുഴയിലൊക്കെ ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് BJP സമീപ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഒരു നേട്ടം BJPക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന് ആഞ്ഞു പിടിക്കുകയാണ്, നല്ല രീതിയിലുള്ള ക്യാമ്പയിനിങ് ഒക്കെ നടത്തി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടലുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഗുണം BJPക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് UDF വോട്ട് ചെയ്യാൻ ആഗ്രഹമില്ല, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക്. എന്നാൽ LDF അവർ പിന്തുണയ്ക്കാനും തയ്യാറില്ല. അപ്പോൾ ഇത്തരക്കാരെ കൂടുതൽ BJPക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഈസി വാക്ക് ഓവർ അല്ല ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. UDF മേൽക്കേണ്ടി UDF അധികാരത്തിൽ വരാനുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ LDF പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഹിന്ദു വോട്ടുകൾ ലഭിക്കാനുള്ളൊരു സാധ്യത കുറവാണ്. പലയിടങ്ങളിലും LDF UDF ഒരുപോലെ ഒരു ത്രട്ട് ഉണ്ടാക്കി ഒരു അപ്സെറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് BJP വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ 5-6 മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മണ്ഡലങ്ങളെങ്കിലും BJPക്ക് വിജയിക്കാനുള്ള ഒരു സ്കോപ്പ് നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഈ ബജറ്റൊക്കെ, പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ബജറ്റൊക്കെ വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ട്. മികച്ച പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനകീയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രഖ്യാപനങ്ങളായിട്ട് മാറ്റാൻ BJPക്കും VV രാജേഷിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും തൃശ്ശൂരിലും പാലക്കാടും അതുകൂടാതെ ആലപ്പുഴയിലൊക്കെ ഇത്തവണ BJPയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസും ചില അപ്സെറ്റുകളൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കാര്യങ്ങൾ എളുപ്പമല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രവചനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. കാരണം BJPയുടെ ഒരു ഫാക്ടർ തന്നെയാണ് ഇതിൽ നിർണായകമായി വരുന്നത്. പല മണ്ഡലങ്ങളിലും BJPക്ക് 30,000-ലധികമൊക്കെ വോട്ടുണ്ട്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളല്ല പറയുന്നത്, അല്ലാത്ത മണ്ഡലങ്ങളിൽ തന്നെ 30,000-ലധികം വോട്ട്, 20,000-ലധികം വോട്ടൊക്കെയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം ഇതെങ്ങനെ വരും, ഈ ഒരു രാഷ്ട്രീയം എങ്ങനെ മാറി മറിയും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ എന്തായാലും ഇത്തവണ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും BJPയുടെ ലക്ഷ്യം. നിയമസഭയിൽ ഒരു 6-7 ഏറ്റവും ചുരുങ്ങിയത് ഒരു 5-6 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിച്ച് അവിടേക്ക് പ്രതിനിധികളെ അയക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇത്തവണ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. BJPക്ക് ശക്തമായ പ്രാതിനിധ്യമുള്ള ഒരു നിയമസഭ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് മാറ്റങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നമുക്ക് എന്തായാലും ഇതിനായിട്ട് കാത്തിരിക്കാം.